തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പസ്തല പ്രവൃത്തികളിൽ ആരോപക കുന്നിനെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അവിടെ അജ്ഞാന ദേവനെക്കുറിച്ച് പൗലോസ്ലീഹ പ്രസംഗിക്കുന്നു. എല്ലാ ബലികളിലും ദേവന്മാരുടെയും ദേവികളുടെയും പേരുണ്ടായിരുന്നു, ഒരിടത്തില്ലായിരുന്നു. പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ ആ ദേവനെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ നാമത്തെ ഘോഷിച്ച സ്ഥലമാണ് ആ കാണുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അവിടുന്ന് കിട്ടിയ ശിഷ്യന്മാരുടെ അരോപകയിലെ ദേവദാസ ശക്തനായ ജീവിതത്തിനുവേണ്ടി പണിവെച്ചാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങുകളിലാണ് സെലസ്ഷ്യൽ ഹൈറാർക്കി എന്നും എക്ലേസിയാസ്റ്റിക്കൽ ഹൈറാർക്കി എന്നും പറഞ്ഞ ഗ്രന്ഥമുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ ഡാക്കന്മാർ 9 വർണ്ണ മാലാഖമാരെ കുറിച്ച് ആകാശത്തിലും ഭൂമിയിലും പറയുന്നു. യാക്കോബിൻ്റെ ടെക്സൈൽ അത് പറയുന്നുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അതിനകത്ത് ഈ 18 ക്രമങ്ങളും വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ ആകാശവും ഭൂമിയും ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവനും ദൈവത്തെ വർണ്ണിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് കാണുന്നത്. ഈ കുന്നിന്മേലാണ് ഇവിടുത്തെ തോമാസ് ലിഹായും നമ്മുടെ പിതാവായ തോമാസ് ലിഹായും ഇവിടെ അറിയപ്പെടുന്നുണ്ട്. ഈ പരിശുദ്ധ പൗലോസ് ലിഹായുടെയും പരിശുദ്ധ തോമാസ് ലിഹായുടെയും സാന്നിധ്യവും അനുഗ്രഹവും വാഴുവിനായി തീരട്ടെ.